PSC എക്സാംസ് ഒക്കെ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങളൊരു 10 ദിവസം സമയം എടുത്ത് ഞാൻ ഈ പറയുന്ന ഒരു 10 കാര്യങ്ങൾ ചെയ്യാൻ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഡിസംബർ 1 മുമ്പ് 10 ദിവസം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 10 ദിവസം ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസംബറിൽ കയറുമ്പോഴത്തേക്കും നമുക്കൊരു ഓർഡറായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അങ്ങോട്ട് എൻ്റർ ആവാം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു 10 കാര്യങ്ങളാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിനകത്ത് സ്റ്റോറിയിൽ കൊടുത്തിട്ടുണ്ട്. 10 ഡേ ചലഞ്ച് പറഞ്ഞ സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ 10 ഡേ ചലഞ്ച് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അത് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റീസ്റ്റാർട്ട് വേണം, ഞാൻ ഒന്നേം തുടങ്ങാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തുടങ്ങാൻ വേണ്ടി ആ 10 ഡേ ചലഞ്ച് യൂസ് ചെയ്യാം. അപ്പോൾ 10 ഡേ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടും ഇനി ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്തൊരു എക്സാം പഠിക്കാൻ തുടങ്ങുമ്പോഴും, ഇപ്പോൾ PSC ആവട്ടെ, UPSC ആവട്ടെ, നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങുകയാണ്, നമ്മളെ എക്സാം SSC ആവട്ടെ, എന്ത് നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ്, നമുക്ക് എന്താ ഒരു ടാർഗറ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ ഒന്ന് ഫ്രഷ് ആവണം അല്ലേ? നമ്മുടെ ലൈഫ്, നമ്മളെ മൊത്തത്തിൽ നമ്മുടെ പാറ്റേൺ, നമ്മുടെ സിസ്റ്റം എല്ലാം ഒന്ന് റീബൂട്ട് ചെയ്യണം. ഓക്കെ, എല്ലാം ഒന്ന് എനർജറ്റിക്കലി എന്താ ഒന്നുകൂടി കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു കറക്റ്റ് ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. ഇതിലോട്ട് വാ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ 10 ഡേ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടിയിരുന്നത്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് കഴിഞ്ഞതെന്നുള്ളതാണ്. ഓക്കെ, ചെയ്ത് കഴിഞ്ഞ കുട്ടികൾ ശ്രദ്ധിക്കുക. നമ്മൾ 10 ദിവസം ഉണ്ടായിരുന്നു, നമ്മൾ കറക്റ്റായിട്ട് 1-ാമത്തെ ദിവസം തൊട്ട് 9-ാമത്തെ ദിവസം വരെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. ഓക്കെ, ഒരുപാട് പേര് എനിക്ക് എന്ത് ചെയ്തു, അവരുടെ റിസോഴ്സുകൾ കളക്ട് ചെയ്ത് അയച്ചു തന്നു, ടൈം ടേബിൾ അയച്ചു തന്നു, അവരുടെ ഹോബി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമായി, നല്ല രസമായിരുന്നു കേട്ടോ. കാരണം നമുക്ക് അവരെ കുറച്ചും കൂടി നല്ലോണം അറിയാനും പറ്റും, നമുക്കൊരു ബോണ്ട് ഉണ്ടാവും അവരുമായിട്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പം നല്ല രസം, നമുക്ക് കുറേ ആൾക്കാരെ പുതിയതായിട്ട് പരിചയപ്പെടാനും അവരെ കൂടുതൽ അറിയാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരുപാട് എന്താ നന്ദിയും എല്ലാം അറിയിക്കാനുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഒരു സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കും കുറച്ചും കൂടി ഗ്രോ ചെയ്യാൻ പറ്റും, നിങ്ങളും ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മ്യൂച്വൽ ഗ്രോത്ത് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാനായാലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടാനാണെങ്കിലും എനിക്ക് പേഴ്സണലി ഗ്രോ ചെയ്യാനൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് നിങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങളെ ഗ്രോ ചെയ്യാനും നിങ്ങളെ സപ്പോർട്ടായിട്ട് മെൻ്ററായിട്ട് എല്ലാം ഞാൻ കൂടെ കാണാം. ഓക്കെ, അതുകൊണ്ട് ഒരു ഗീവ് ആൻഡ് ടേക്ക് ആണെന്ന് വിചാരിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ 10 ദിവസത്തിൽ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ 1-ാം ദിവസം പറഞ്ഞത് റിസോഴ്സുകൾ കളക്ട് ചെയ്യാനാണ്. നമുക്ക് PSC പഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്ത് എക്സാമിന് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ എന്തൊക്കെ നമ്മളിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്താ ഒന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അപ്പം ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ ഫസ്റ്റ് ഡേ ചെയ്യേണ്ട എന്താണ്, ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. റിസോഴ്സ് എല്ലാം റീഅറേഞ്ച് ചെയ്ത് എന്തൊക്കെയുണ്ട്, എന്തെങ്കിലും മെറ്റീരിയൽസ് എന്തൊക്കെയുണ്ട്, റാങ്ക് ഫയൽ ഉണ്ട്, നമ്മൾ ഏത് ക്ലാസ്സാണ് റെഫർ ചെയ്യുന്നത്, ടെലിഗ്രാം ചാനൽ ഏതാണ് എന്നൊന്ന് റെഫർ ചെയ്ത് ഒന്നൊരു ഐഡിയ ഉണ്ടാക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നവർ ഇത് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞവർ നിങ്ങൾ റിസോഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം സെറ്റാണ്, അതിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ, 2-ാം സ്റ്റെപ്പ് എന്താ, നമ്മളൊരു 1 മണിക്കൂർ വെറുതെ ഇരിക്കുക. ഇപ്പം നിങ്ങൾ പഠിച്ച് ഒരു സ്റ്റേജിൽ എത്തി, ഇനി എനിക്ക് പഠിക്കാനൊന്നും വയ്യ, ഞാൻ കുഴഞ്ഞു, ഇത്ര നാളായിട്ട് അതിൻ്റെ പിറകെ നടക്കുക, ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന സ്റ്റേജില്ലേ, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് 1 മണിക്കൂർ ഇരിക്കുക. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ പഠിച്ചിട്ടും എനിക്ക് ലിസ്റ്റിലൊന്നും വരാത്ത എന്തുകൊണ്ടാണ്, ഞാൻ പഠിക്കുന്ന ഏതാണ് പ്രശ്നം, ഞാൻ എന്താണ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള റിയലൈസേഷൻ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ വെറുതെ പഠിച്ചു പോയാൽ പോരല്ലോ. നമ്മൾ എപ്പോഴും ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു അങ്ങനെയല്ല. നമ്മൾ മെഷീനൊന്നുമല്ല. അപ്പോൾ നമുക്കൊരു ഐഡിയ വേണം, ഞാൻ എന്താണ് പഠിക്കുന്നത്, ഞാൻ എന്തിനാണ് പഠിക്കുന്നത്, ഞാൻ എന്താണ് കറക്റ്റായിട്ട് പഠിക്കേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കേണ്ടത് എന്നൊരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ റിഫ്ലക്ട് ചെയ്യുക. 1 മണിക്കൂർ വെറുതെ ഇരിക്കാൻ പാടാ. 15 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അങ്ങ് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരിക്കും. നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം ഫോൺ എടുക്കണം എന്നൊക്കെ തോന്നും. പക്ഷേ കൺട്രോൾ ചെയ്ത് ഇരുന്നിട്ട് ഒരു 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് എടുത്തിട്ട് എഴുതുക. നിങ്ങളെ മനസ്സിൽ തോന്നിയ എല്ലാ സംഭവങ്ങളും എഴുതുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരും. നമ്മൾ ചിന്തിക്കുന്ന കണക്കല്ല, എഴുതുമ്പോൾ ഒരു സ്ട്രക്ചർ വരും. ഞാൻ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇത്ര ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് ലിസ്റ്റിൽ വരാൻ പറ്റാഞ്ഞത് എന്നൊക്കെ മനസ്സിലായോ? അപ്പോൾ ആ ഒരു സംഭവം കൂടി ഒന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാൻ നോക്കുക. അതാണ് സെക്കൻഡ് തിങ്. ക്ലിയർ ആണല്ലോ? അപ്പം ചെയ്തവരും ചെയ്യാൻ പോകുന്നവരും ഇതാണ് നമ്മുടെ 2-ാമത്തെ ഡേ ടാസ്ക്. ചെയ്തവർ നല്ലപോലെ അത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. കുറേ ആൾക്കാർ നല്ല റിയലൈസേഷൻ കിട്ടി, ഞാൻ പഠിച്ചത് ഞാൻ റിവിഷൻ ചെയ്യുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് മാർക്ക് കൂടാഞ്ഞത്, എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നിയിരുന്നു എന്നൊക്കെ ഉള്ളൊരു അവർക്കൊരു ഐഡിയ കിട്ടും. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, വെറുതെ നമുക്ക് ഇത്രയും സമയമില്ലല്ലോ. നമ്മുടെ ലൈഫിൽ 2-3 വർഷമൊക്കെ ഇങ്ങനെ കളയാൻ നമുക്ക് സമയമില്ല. മനസ്സിലായോ? അപ്പം അത് കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്കൻഡ് ഡേയിലെ ടാസ്ക് തന്നേക്കുന്നത്. ക്ലിയർ ആണോ?
അടുത്ത ടാസ്ക് നമ്മൾ ക്ലെൻലിനെസ്സുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള റൂമും ഫ്രഷ് ആയിട്ടുള്ള ക്ലോത്തുകളും ഫ്രഷ് ആയിട്ടുള്ള സ്റ്റഡി റൂമും ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും, മനസ്സിലായോ? അപ്പം അതിന് വേണ്ടി നമ്മൾ ചെയ്ത് എന്തായിരുന്നു, നമ്മളെ ക്ലോത്ത് നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നാളെ ഇടാനും വീട്ടിടാനും ഒക്കെ ഉള്ള ഡ്രസ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് അതിനെ നല്ല സ്പ്രേ ഒക്കെ അടിച്ചിട്ട് അപ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. എനിക്ക് അതിനെല്ലാം വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്, നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് തോന്നും, മനസ്സിലായോ? അപ്പോൾ അത് നോക്കുക. അതുപോലെ തന്നെ നമ്മളെ സ്റ്റഡി റൂം ക്ലീൻ ആക്കുക. സ്റ്റഡി റൂമിൽ ഞാൻ മുമ്പ് പറഞ്ഞുള്ളത് തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുക. പെട്ടെന്ന് പറഞ്ഞു പോവാവേ, ഞാൻ ഒരുപാട് ലാഗ് അടുപ്പിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ 2 ദിവസം എടുത്തിട്ട് എന്താവും, ഒരു ദിവസം ക്ലോത്തുകൾ വൃത്തിയാക്കുക, 2ാമത്തെ ദിവസം സ്റ്റഡി റൂം വൃത്തിയാക്കുക. അപ്പോൾ 4 ദിവസം കഴിഞ്ഞ് ഇനി 5ാം ദിവസം നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. മനസ്സിലായി? പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. നിങ്ങൾക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, അതിനകത്ത് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നു. ഒരു 6 മണിക്കൂറാണ് എനിക്ക് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ 6 മണിക്കൂർ 1 മണിക്കൂർ ഞാൻ ഇത് പഠിക്കും, 1 മണിക്കൂർ റിവിഷൻ ചെയ്യും, 1 മണിക്കൂർ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും, 1 മണിക്കൂർ ഞാൻ കറണ്ട് അഫയേഴ്സ് പഠിക്കും. അങ്ങനെ നിങ്ങൾ 6 മണിക്കൂർ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത്. ഓക്കെ, അത് നിങ്ങൾ ഇൻഡിവിജ്വലി നിങ്ങളെ ഇഷ്ട രീതിയിൽ നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചെന്ന് വിചാരിച്ചോ. എന്നിട്ട് അടുത്ത ദിവസങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയാവോ, നിങ്ങളൊരു പ്ലാനർ, ഡെയിലി പ്ലാനർ സെറ്റ് ചെയ്യണം. എന്താ പ്ലാനർ എന്ന് പറഞ്ഞാൽ അറിയാവോ? പ്ലാനർ എന്ന് പറഞ്ഞാലേ നമ്മളിപ്പോൾ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തല്ലോ, നമ്മൾ കുറേ നാളോട്ട് പറയുന്നതാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തു. ടൈം ടേബിള് ഒരു ദിവസത്തെ ടൈം ടേബിളാണ്. ഇപ്പം ഇന്ന് രാവിലെ എണീറ്റിട്ട് രാത്രി എന്ത് ചെയ്യണം എന്നതാണ് ടൈം ടേബിൾ, റൊട്ടീൻ, ഡെയിലി റൊട്ടീൻ. പ്ലാനർ എന്ന് പറഞ്ഞാൽ അതല്ല, അതൊരു മാസത്തേക്കുള്ളതാണ്. നമ്മളൊരു പേപ്പർ ഇങ്ങനെ ചരിച്ചെടുത്തിട്ട് ഇവിടെ ഹെഡിങ് എഴുതുക, ഡിസംബർ എന്ന് ഹെഡിങ് എഴുതുക. ഹെഡിങ് എഴുതിയിട്ട് അവിടെ എന്താ December 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള ഡേയ്സ് മൊത്തം അവിടെ എഴുതാം. അതിലൊക്കെ നമ്മൾ എന്തൊക്കെ ടാർഗറ്റ് ആണോ ചെയ്യാൻ ആവശ്യപ്പെടും, ഇപ്പം റിവിഷൻ, അതിലൊക്കെ തന്നെ വർക്കിംഗ് ഔട്ട്, പിന്നെ അതിലൊക്കെ തന്നെ എന്താ ഹിയറിംഗ് എ സോങ്, അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ മുകളിൽ ഇങ്ങനെ എഴുതാം. എന്നിട്ട് ഫസ്റ്റ് December 1 നമ്മൾ റിവിഷൻ ചെയ്തു, ടിക്ക്. കറണ്ട് അഫയേഴ്സ് പഠിച്ചു, ടിക്ക്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടല്ലോ, ഇപ്പം എന്താ പാട്ട് കേട്ടു, ടിക്ക്. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ടൈം ടേബിൾ അനുസരിച്ച് മുകളിൽ എഴുതിയിട്ട് അതിൻ്റെ താഴെ ടിക്ക് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസംബർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് എന്താ ഒരുപാട് ടിക്കുകൾ കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ കറക്റ്റായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഒരു ക്രോസ്, റെഡ് കൊണ്ട് ഒരു ക്രോസ്, അല്ലെങ്കിൽ സാഡ് ഇമോജി, എന്തെങ്കിലും ഒരു സംഭവം വരയ്ക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ഐഡിയ കിട്ടും. ഞാൻ എന്താ ഡിസംബറിൽ മൊത്തം ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്, എനിക്ക് ഇത്രയും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല, കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തടത്താണ് ഇൻഡു കിടക്കുന്നത്. അടുത്ത മാസം വരുമ്പോൾ കുറച്ചും കൂടി എന്ത് ചെയ്യണം, നല്ലോണം വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അടുത്ത മാസം നവംബർ ആകുമ്പോഴത്തേക്കും നല്ല ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് വീണ്ടും വരയ്ക്കണം. വരയ്ക്കാനൊന്നും ഒരുപാട് സമയമൊന്നും എടുക്കത്തൊന്നുമില്ല. നവംബർ ആകുമ്പോൾ വരച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യണം, ടിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ക്രോസ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പതുക്കെ നമ്മുടെ പ്രോഗ്രസ് നമുക്ക് അറിയാൻ പറ്റും. ടൈം ടേബിൾ ഉണ്ടാക്കുക, അതിൻ്റെ കൂടെ ഡെയിലി പ്ലാനർ ക്രിയേറ്റ് ചെയ്യുക. അതാണ് നമ്മൾ എന്ത് ചെയ്തു അടുത്ത 2 ദിവസങ്ങളായിട്ട് ചെയ്തത്. ക്ലിയർ ആണല്ലോ? അയ്യോ ഗൈസ്, അത് കാണുന്നില്ല ഗൈസ്, എവിടെ പോയി? ഓക്കെ, അപ്പോൾ നമ്മൾ 5ഉം 6ഉം സെറ്റായി. ക്ലിയർ ആണല്ലോ? ഓക്കെ, 7ാമത്തെ ടാസ്ക്, 7th ടാസ്ക് എന്താ അറിയാവോ, നമുക്കൊരു ഹോബി കണ്ടുപിടിക്കണം. ഒരു ഹോബി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഹോബി നമ്മളിപ്പം കണ്ടിന്യൂസ് പഠിത്തോ, ഞാൻ എപ്പോഴും പഠിത്തം, രാവിലെ എണീറ്റിട്ട് പഠിക്കുന്നു, ഉച്ചയ്ക്ക് പഠിക്കുന്നു, രാത്രി പഠിക്കുന്നു, ഫുൾ ടൈം പഠിത്തം, ഫുള്ള് നമുക്കങ്ങ് ഭയങ്കര ബോറായിട്ട് തുടങ്ങും. മനസ്സിലായി? കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും, ഇപ്പം നമുക്ക് ഈ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. 10 ദിവസം നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ 10 ദിവസം ഇത് സംഭവം നമ്മൾ സെറ്റ് ചെയ്യും. പക്ഷേ അങ്ങോട്ട് ഡിസംബറിലോട്ട് കയറി അല്ലെങ്കിൽ അടുത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ബോറടിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുമല്ലേ, നമ്മളെ ലൈഫിൻ്റെ ഒരു പാർട്ടല്ലേ പഠനം എന്ന് പറയുന്ന സംഭവം. അല്ല നമ്മൾ പഠിക്കാൻ വേണ്ടിയല്ലല്ലോ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ജീവിതം കുറച്ചും കൂടി കളറാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ കാണത്തില്ലേ, പടം വരയ്ക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരും, പാട്ട് പാടാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്, അതിനൊക്കെ തന്നെ സ്ക്രിബിൾ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്, എന്തെങ്കിലും എഴുതാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്, പാട്ട് എഴുതാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്. കഴിവുകൾ ഇഷ്ടം പോലെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്. നിങ്ങൾക്കറിയാം, പേഴ്സണലി നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങളുടെ കഴിവെന്നുള്ളത്. ആ കഴിവിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി നേരം, മനസ്സിലായി, ഇപ്പം നിങ്ങൾ ഒരു മണിക്കൂർ പഠിക്കുക, അതിനകത്തൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും പടം വരയ്ക്കുക. ഫോൺ എടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പടം വരയ്ക്കുക, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങൾ ചെയ്യണം. അപ്പം നിങ്ങൾ ഇത്രയും നാൾ പഠിച്ച്, 1 വർഷം നിങ്ങൾ പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് പടങ്ങളും ഒരുപാട് പെയിൻറ്റിങ്സും ഒരുപാട് പാട്ടുകളും ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാണും. അപ്പം നിങ്ങൾക്ക് എന്താ, നിങ്ങൾ ഗ്രോ ചെയ്യുക ചെയ്തത് അല്ലേ, നമ്മുടെ സ്കില്ലും കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു കുഞ്ഞു ഹോബി, ഇനിയിപ്പോൾ ഹോബി ഇല്ലാത്ത ആൾക്കാരാണ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. എന്തുമാത്രം ഹോബീസ് ഉള്ളത് അല്ലേ, ഏതെങ്കിലും ഒരു ഹോബി ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുന്ന ഇടയ്ക്ക് ബോറടിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, നിങ്ങൾ ഫോൺ എടുക്കത്തില്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കിട്ടും. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ സമയം മൊത്തം പോകുന്നല്ലേ, എനിക്ക് പഠിക്കണമല്ലോ എന്നൊരു ഫീൽ വരും. ഫോൺ നോക്കണം, നമുക്ക് ആ ഒരു ഫീൽ വരത്തില്ല. പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഒരു ഫീൽ വരും, എനിക്ക് പഠിക്കണം, ഇതിപ്പം പെട്ടെന്ന് തീർന്നാലേ പഠിക്കാമായിരുന്നു എന്നുള്ളൊരു ഫീൽ വരും. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് എന്താ ഇതിൽ നിന്ന് അങ്ങോട്ട് പോകാനും പറ്റും, അതിൽ നിന്ന് ഇങ്ങോട്ട് വരാനും പറ്റും. ഓക്കെ, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് വെക്കണേ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നീടുള്ളത് 8ാമത്തത് എക്സസൈസ്.
നമ്മളിപ്പോൾ എക്സസൈസ് എന്ന് പറഞ്ഞ സംഭവം നമ്മളെ ബോഡി നമ്മൾ മൂവ് ചെയ്യണം. നമ്മൾ നടക്കാൻ പോവുകയോ ഒരു യോഗ ക്ലാസ്സിന് ചേരുകയോ ഒരു യോഗ തന്നെ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ എക്സസൈസ് ഇപ്പോൾ ജിമ്മിൽ പോകും, എന്തെങ്കിലും ഒരു കുഞ്ഞു എക്സസൈസ് നമ്മുടെ ബോഡിയാണ് നമ്മുടെ വെൽത്ത്. നമ്മൾ ഈ പഠിക്കുന്ന എല്ലാം എന്തിനു വേണ്ട, നമ്മൾ ആരോഗ്യമായിട്ട് നിൽക്കുന്ന സമയത്ത് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ ആരോഗ്യം നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ലാസ്റ്റ് ആണ് ടാസ്ക്, ഒരു എക്സസൈസ് കണ്ടുപിടിക്കുക, സ്ഥിരമായിട്ടൊരു 15 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക. മനസ്സിലായോ? എന്തെങ്കിലും ഡെയിലി ചെയ്യുക. മനസ്സിലായോ? ഞാൻ ഈ ചാനൽ തുടങ്ങിയതും ഇൻസ്റ്റാഗ്രാം തുടങ്ങിയതൊക്കെ വെറുതെ ഒരു ഫെയിമിന് വേണ്ടിയിട്ടോ കുറേ പൈസ ഉണ്ടാക്കാനോ അങ്ങനെയല്ല. എനിക്കിഷ്ടമാണ് ഇങ്ങനെ എന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങളിത് ചെയ്യുമല്ലോ, ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് എടുത്തില്ലേ, ബെനിഫിറ്റ് എടുപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകത്തില്ലേ, സന്തോഷമാകുമ്പോൾ എനിക്ക് സന്തോഷമാകത്തില്ലേ. അതാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ വരും. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നു, കുറേ കാര്യങ്ങൾ ഇൻഫർമേഷൻ കിട്ടുന്നു. അപ്പോൾ നിങ്ങളുടെ സന്തോഷം വരും. അപ്പോൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യണം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പം അതിനാണ് ഞാൻ ഈ സംഭവം ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഫിസിക്കൽ എക്സസൈസ് ഫോളോ ചെയ്യുക. ഓക്കെ, നമ്മളെ ഹെൽത്ത് നമ്മുടെ വെൽത്താണ്. മനസ്സിലായി? ഹെൽത്തി ആയിട്ട് ബോഡി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം എക്സസൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ഫുഡിൻ്റെ കാര്യം നോക്കുമല്ലോ, ഫുഡ് കൺട്രോൾ ചെയ്യുക, ഡയറ്റ് നോക്കുക. മൊത്തത്തിൽ കുറച്ച് എനിക്ക് വണ്ണം അതല്ല നമ്മുടെ ടാസ്ക്. നമ്മൾ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഇത് റെക്കോർഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. റെക്കോർഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എനിക്ക് കട്ട് ചെയ്യാൻ വയ്യ. ഓക്കെ, അപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. മനസ്സിലായോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യണം. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കൊച്ചു ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം. അങ്ങനെ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചും കൂടി ഗ്രോ ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരും. എങ്ങനെയാണ് എൻ്റെ ലൈഫ് പോണത്, ഞാൻ നല്ലോണം ഫുഡ് കഴിക്കുന്നുണ്ട്, നല്ല ഡയറ്റാണ് എടുക്കുന്നത്, എന്തൊക്കെയാണ് എനിക്ക് കഴിക്കേണ്ടത്, ഞാൻ എന്തൊക്കെ കഴിക്കുന്നുണ്ട്, ഇതൊന്നും ആവശ്യ സാധനമാണ്. എക്സസൈസ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ എന്ത് ചെയ്യും, ഡയറ്റ് നിങ്ങൾ ക്ലീൻ ആക്കിക്കോളും. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 9 കാര്യങ്ങളായി. ഓക്കെ, 10ാമത്തെ ദിവസം എന്താ വേണമെന്നറിയോ, 10th ഡേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലേ. 9 ദിവസം എടുത്ത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഈ 10ാം ദിവസം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ റിസോഴ്സിൽ കളക്ട് ചെയ്ത കാര്യം, റിഫ്ലക്റ്റ് ഓഫ് യുവർ സെൽഫ്, അതിൻ്റെ സംഭവം, ക്ലോത്ത് ക്ലീൻ ആയിട്ടാണോ ഇപ്പോഴും ഇരിക്കുന്നത്, അതിനൊക്കെ സ്റ്റഡി റൂം സെറ്റായിട്ടാണോ കിടക്കുന്നത്, അതിനൊക്കെ നമ്മുടെ പ്ലാനർ ഓക്കെ ആണോ, ടൈം ടേബിൾ ഓക്കെ ആണോ, നമ്മുടെ ഹോബി സെറ്റാണ്, എല്ലാത്തിനും ഒരു സമയം കൊടുക്കുന്നുണ്ട്, എല്ലാം സെറ്റാകുന്ന രീതിയിലൊരു സംഭവം ഒന്ന് എഴുതിയിട്ട് ഒരു ഫോട്ടോ എടുക്കുക, എനിക്ക് അയക്കുക. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിലോ ടെലിഗ്രാമിലോ എനിക്ക് അയക്കുവാണെങ്കിൽ ഞാനത് നോട്ട് ചെയ്ത് വെച്ചേക്കും. അപ്പം നിങ്ങൾക്ക് എന്താ ഒരു റെസ്പോൺസിബിലിറ്റി വരും. ചേച്ചിക്ക് അയച്ചിട്ടുണ്ട്, അപ്പോൾ ചേച്ചി നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഫോളോ അപ്പ് കണക്കോ എന്തെങ്കിലുമൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, പിന്നെ അത് കണക്ക് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്താൽ എനിക്ക് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. കോൺടാക്ട് ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് നമ്മൾ ചെയ്യുന്നത്. 10 ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ ഫുൾ അറേഞ്ച്ഡ് ആകും. 1ാം തീയതി തൊട്ട് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ടാർഗറ്റ് ചെയ്യുന്നത് ഡിസംബർ 1ാം തീയതിയാണ്. നിങ്ങൾ ഇത്രയും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. 10ാമത്തെ ദിവസം റിലാക്സേഷൻ ടൈമാണ്. ഫുള്ളി റിലാക്സ് ആയിട്ട് കൂളായിട്ടിരിക്കുക. ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക. 1ാം തീയതി ഫ്രഷ് ആയിട്ട് തുടങ്ങാൻ പോവാണ് നിങ്ങളും ഞാനും. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തൊരു സാധനം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കുറച്ചൊന്ന് എന്ത് ചെയ്യുക, റെസ്റ്റ് എടുത്തിട്ട് ഇതൊക്കെ ആലോചിച്ച് സെറ്റാക്കിയിട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്കൊന്ന് നല്ലൊരു മോട്ടിവേഷൻ കാണാം. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ പഠിക്കണമെന്ന് എനിക്കറിയാം, നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് ചെയ്യുക. അതല്ല ഫ്രഷ് ആയിട്ട് തുടങ്ങുന്നവർ സമയം എടുത്ത് ചെയ്യുക, എന്നിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.